Morning, Anla. Morning, viewers. സർ, ഇന്നലത്തെ ഒരു യുവ സൂചികകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ടെക് ഹെവി ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഈ ഒരു സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികൾ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും എൻവിഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു സെൽ ഓഫ് ആകമാനം, അമേരിക്കൻ സൂചികളിൽ ആകമാനം ഒരു നെഗറ്റീവ് ടോണിലേക്ക് ലീഡ് ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഡൗ ജോൺസിലേക്ക് എത്തുകയാണെങ്കിൽ ഏകദേശം 0.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് സൂചികയുടെ നഷ്ടം എന്ന് പറയുന്നത് 2.5% മുകളിലായിരുന്നു. അമേരിക്കൻ സൂചികളുടെ മുന്നോട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ആക്ച്വലി കഴിഞ്ഞ ഒരു 2 മാസങ്ങളായിട്ട് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 45,200 പോയിന്റിന്റെ അടുത്തായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. സോ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഒരു ശ്രമം ഉണ്ടായിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ വലിയ സെൽ ഓഫിനെ തുടർന്ന് ഡൗ ജോൺസ് മാത്രമല്ല, ഈവൻ ഇൻ ദ കേസ് ഓഫ് നാസ്ഡാക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇപ്പൊ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 43,200 പോയിന്റ്. എന്റെ എക്സ്പെക്ടേഷൻ ആ സപ്പോർട്ട് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 1000 പോയിന്റിന്റെ ഇടിവെങ്കിലും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ. ഇന്ത്യൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 20,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് WTI ക്രൂഡിനും ഒപ്പം തന്നെ ബ്രെന്റ് ക്രൂഡിനും സാധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ലാസ്റ്റ് അവേഴ്സ് ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു ബൈങ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്ന് നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് ശ്രദ്ധിച്ചിരുന്ന മേജർ സപ്പോർട്ട് ഏരിയ $70 ആയിരുന്നു. സോ കഴിഞ്ഞ ആഴ്ചത്തെ ട്രെയിനിൽ തന്നെ ആ ഒരു $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ക്രൂഡിന്റെ കേസിലും ബെയറിഷായി മാറിയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി, ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് വരും സെഷൻസിൽ ക്രൂഡ് ഓയിലിൽ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം. ട്രെൻഡ് റിവേഴ്സൽ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നടക്കണമെങ്കിൽ $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം സ്വർണത്തിലേക്ക് കൂടി വരികയാണ്. സ്വർണത്തെ സംബന്ധിച്ചിട്ടും ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2,900 എന്നൊരു ഡോളർ കൈവിട്ടുകൊണ്ട് നിലവിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ ട്രോയ് ഓൺസിന് $2,874.547 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കാഴ്ചപ്പാടില് മാറ്റമൊന്നുമില്ല. ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2,870. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഫെബ്രുവരി മാസത്തെ മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. അതും ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു തുടർച്ചയായിട്ടുള്ള 5 മാസമായിട്ട് ഇത്തരത്തിലൊരു നെഗറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ടാണ് മന്ത്ലി എക്സ്പയറി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു എക്സ്പയറി ഡേയിൽ വേണ്ടുന്ന തരത്തിലൊരു മൂവ്മെന്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചിരിക്കുന്നില്ല. ഹൈലി കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 22,500 എന്നൊരു ലെവലിൽ നിന്നുകൊണ്ടാണ് 22,500 മുതൽ 22,600 ആ ഒരു റേഞ്ചിലാണ് കൺസോൾഡേറ്റ് ചെയ്തിരുന്നത്. ഒരു ഘട്ടത്തിൽ 22,600 ബ്രേക്ക് ചെയ്തിരുന്നു എങ്കിൽ പോലും ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ വിപണിയുടെ മുന്നോട്ടേക്കുള്ള താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2 മാസങ്ങളായിട്ട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ നമുക്ക് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഒരേ ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയാവുന്നത് നമുക്ക് കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ ഒന്നും നിഫ്റ്റി 50 കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. സോ നിഫ്റ്റി 50യുടെ കേസിൽ ഔട്ട്ലുക്ക് ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50 ഇൻഡെക്സിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 23,400, അതിനുശേഷം 24,400 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്.
യെസ്. ഒപ്പം തന്നെ മറ്റെല്ലാ സെക്ടേഴ്സും ഇടിവിലേക്ക് പോയപ്പോൾ പോലും ഇന്നലെ പിടിച്ചു നിന്നിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ്ങും ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികകളുമായിരുന്നു. തുടക്കം മുതൽ ഒരുപക്ഷെ ഈ ഒരു ടോപ്പ് ഗെയിനർ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സെക്ടറിലെ ഓഹരികൾ തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ഫൈനാൻഷ്യൽ സെക്ടറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നിഫ്റ്റി ബാങ്കിലേക്ക് തന്നെ എത്താം. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 48,743.8 എന്ന നിലയിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും ട്രേഡിങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും ഒരു ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു നേരിയൊരു ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് മുതലായ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഒരു അല്പം ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്കൊരു വളരെ കൺവിൻസിങ് ഇതുവരെ ആകാൻ സാധിച്ചിട്ടില്ല. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 49,700, അതിനെ തുടർന്ന് 51,300. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ പ്രൈവറ്റ് ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണണം. രണ്ടാമത്തെ ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ സെല്ലിംഗ് പ്രഷർ അവസാനിക്കുകയും വേണം. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് കൂടി എത്തുകയാണ്. ഒരു പക്ഷേ ഇന്നലെ ഒരു അല്പമെങ്കിലും നിഫ്റ്റിക്ക് സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സർവീസ് ആയിരുന്നു. RBIയുടെ പുതിയൊരു റൂൾ എത്തി, റൂൾ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു റെഗുലേഷൻ കഴിഞ്ഞ 2023 നവംബറിൽ റിസ്ക് വെയിറ്റ് 125% വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും 100% എത്തിച്ചിട്ടുണ്ട്. NBFCകൾക്ക് ബാങ്കുകൾ നൽകുന്ന ലോൺ. ആ ഒരു വാർത്തയോട് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഈ ഒരു സെക്ടറിലെ ഓഹരികൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനാൻഷ്യൽ സർവീസ് സെക്ടർ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് 23,173.65 എന്ന നിലയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്കൊരു ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിൽ നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 23,700 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. സോ കൈവശം ഫൈനാൻഷ്യൽ സർവീസസ് സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലെ ശ്രീറാം ഫൈനാൻസിന്റെ ഓഹരികളായിരുന്നു ഒരു പക്ഷേ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് ത്രൂ ഔട്ട് ദ ഡേ നിലനിന്നിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 5.18% നേട്ടത്തിൽ 604 രൂപ എന്നൊരു നിലയിലാണ്. ശ്രീറാം ഫൈനാൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ശ്രീറാം ഫിനാൻസിൽ നമുക്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ തന്നെ ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ദർസ് എ ഹൈ പോസിബിലിറ്റി ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറാൻ. നമ്മൾ ഈ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ 623. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. യെസ് സർ. ഒപ്പം തന്നെ ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2025 ആരംഭിച്ചതിന് ശേഷം കാര്യമായ തോതിലുള്ള ഒരു നേട്ടം ഒന്നും നൽകാനായിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു കറക്റ്റീവ് മോഡിൽ നിൽക്കുന്ന വിപണിയിൽ പോലും വളരെ പോസിറ്റീവായിട്ടൊരു റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയൊരു ഓഹരിയാണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ മാത്രം നേട്ടം എന്ന് പറയുന്നത് 17% മുകളിലാണ്. ഇന്നലെ ഏകദേശം ഒരു 2% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനും ബജാജ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 8,000 രൂപയിലായിരിക്കണം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വേസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ശ്രീറാം ഫൈനാൻസിന്റെ ഓഹരികളായിരുന്നു. കമ്പനി ഈ ഒരു വീക്കിൽ നടത്തിയൊരു സുപ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത് അവർ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലേക്ക് കൂടി അവരുടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ സാന്നിധ്യം ശക്തമാക്കുന്നു. അതിനായിട്ട് ഏകദേശം ഒരു 1800 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വകയിരുത്തുന്നു. ഗുജറാത്തിൽ പുതിയൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ഗ്യാപ് ഡൗണിൽ ആരംഭിച്ച സൂചിക ഓഹരിയെ സംബന്ധിച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 4% മുകളിലുള്ള ഒരു ഇടിവിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 4.71% ഇടിവിൽ 10,447.65 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അൾട്രാടെക് സിമന്റിലുള്ള ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൾട്രാടെക് സിമെന്റിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസം മുതലുള്ള പാറ്റേൺ നോക്കുമ്പോൾ തന്നെ ഇതൊരു സൈഡ് വേസ് മോഡിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് ഈ സ്റ്റോക്ക് 11,700 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ അതിന് തൊട്ട് മുൻപുള്ള മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന സെല്ലിങ്ങിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. 10,200 ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. അതിനോടൊപ്പം താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഫിലാടെക്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. 39.05 എന്നൊരു 52 വീക്ക് ലോയിലേക്ക് എത്തിയ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് 5.11% ഇടിവിൽ 39.38 എന്നൊരു നിലയിലാണ്. ഫിലാടെക്സ് ഇന്ത്യ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫിലാടെക്സിന്റെ കേസിൽ നമുക്ക് ഡിസംബർ മാസം മുതൽ തന്നെ തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഫിലാടെക്സ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് എന്ന് പറയാവുന്നത് 35 രൂപയിലേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പൊ എടുക്കാൻ ശ്രമിക്കരുത്. അടുത്തതായിട്ട് അദാനി ഗ്രൂപ്പിലേക്കാണ് താങ്കളുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നത്. കാരണം ഇന്നലെ അദാനി ഗ്രൂപ്പിൽ അദാനി ഗ്രീൻ സ്പെസിഫിക് ആയിട്ട് പറയുക അദാനി ഗ്രീൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള അദാനി വിൽമർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയ ഒരു അദാനി ഓഹരി എന്ന് അദാനി ഗ്രീൻ ആയിരുന്നു. നഷ്ടം ഏകദേശം 3.44%. അദാനി ഗ്രീൻ എനർജിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ മറ്റ് അദാനി ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്ക് ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അഡാനി ഗ്രീനിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇനിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 790 രൂപ. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1000 രൂപയുടെ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യണം. ആദ്യ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1150, അതിനുശേഷം 1400 ആയിരിക്കും. ഈ റെസിസ്റ്റൻസ് ഒന്നും തന്നെ എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മറ്റേ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള അഡാനി എന്റർപ്രൈസസ് നോക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2400 രൂപയുടെ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യണം. അഡാനി എനർജി സൊല്യൂഷൻസ് നോക്കുമ്പോഴേക്കും ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 780 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി പവറിന്റെ മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 540, അതിനെ തുടർന്ന് 620 രൂപ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ അടുത്തതായിട്ട് FMCG സെഗ്മെന്റിൽ നിന്നുള്ള വരുൺ ബെവറേജസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ ഈ ഒരു FMCG ഓഹരി 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. 5.92% ഇടിവിൽ 448.3 എന്നൊരു നിലയിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 500 രൂപയ്ക്ക് താഴെ ട്രേഡ് ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള 9ാമത്തെ കോൺസിക്യൂട്ടീവ് സെഷനിലാണ്. വരുൺ ബെവറേജസിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? വരുൺ ബിവറേജസിന്റെ കേസിൽ ഈ വർഷം സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇന്നലത്തെ ആ ഒരു മേജർ സെൽ ഓഫിനെ തുടർന്ന് ഇതിന്റെ ഒരു മേജർ സപ്പോർട്ടായിട്ടുള്ള 450 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും.
നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 565 അതിനുശേഷം 620 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അടുത്തതായിട്ട് PSU ബാങ്ക് സ്റ്റോക്സിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലത്തെ ഒരു നിലവാരം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പൊതുവേ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായപ്പോൾ പോലും അതിനോട് മുഖം തിരിച്ചു നിന്നിരുന്ന സെക്ടറായിരുന്നു PSU ബാങ്ക് ഓഹരികൾ എന്ന് പറയുന്നത്. 1.09% ഇടിവിൽ 5816.85 എന്ന നിലയിലാണ് PSU ഇൻഡെക്സ് ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ PSU ബാങ്ക് ഓഹരികൾ താങ്കളുടെ ഫോക്കസിൽ നിലവിൽ ഏതെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു റിക്കവറി കാണണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് PSU ബാങ്കിങ് ഓഹരിയിൽ കാണുന്ന ഈ സെല്ലിംഗ് പ്രഷർ അവസാനിക്കണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഒരു PSU സ്റ്റോക്സിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഇപ്പോൾ ലഭിക്കുന്നില്ല. നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ലോവസ്റ്റ് ലെവലിന് വളരെ അടുത്തായിരുന്നു ക്ലോസിംഗ് നടത്തി വന്നത്. ഇത് SBIയുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിയുള്ള സപ്പോർട്ട് ഏരിയ 700 രൂപ. ഇതിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 765 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു സാധ്യത അറ്റ് ദ മൊമെന്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാനറ ബാങ്കിലും നമുക്ക് സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കാനറ ബാങ്കിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 95 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. പഞ്ചാബ് നാഷണൽ ബാങ്ക് എടുക്കുമ്പോഴേക്കും ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ റിയൽറ്റി സെക്ടർ ഇന്നലെ ഏറ്റവും അധികം ഒരു സെൽ ഓഫ് നേരിട്ട ഒരു സെക്ടർ കൂടിയായിരുന്നു റിയൽറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2% മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കമ്പനി അവരുടെ ഒരു പൂനെ പ്രൊജക്റ്റിൽ ഏകദേശം 1000 കോടി രൂപയുടെ ഹോംസ് വിറ്റഴിച്ചു എന്നടക്കമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചില അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടി അൺഫോർച്ചുനേറ്റ്ലി ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 1890 രൂപ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 2390, അതിനുശേഷം 2850 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. അടുത്തതായിട്ട് റിന്യൂവബിൾ എനർജി സെഗ്മെന്റിൽ നിന്നുള്ള ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. IREDയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. IREDയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് നേരിട്ട ഓഹരിയായിരുന്നു. ഏകദേശം 4.06% ഇടിവിലാണ് IRED ഓഹരികൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഒരു ബൈങ് കടന്നു വന്നിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ആ ഒരു നേടിയ നേട്ടമെല്ലാം കൈവിട്ടൊരു സ്ഥിതിയാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കണ്ടിരിക്കുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IREDയെ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 155 രൂപയില. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അടുത്തതായിട്ട് ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിന്നുള്ള HDFC ലൈഫുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ഈ ഒരു മാസം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തേർഡ് ക്വാർട്ടർലി നമ്പേഴ്സ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ഒരു BFSI സെഗ്മെന്റിൽ ഒരു ഔട്ട് പെർഫോമൻസ്, ഒരു പക്ഷേ സ്ട്രീറ്റിന്റെ എസ്റ്റിമേഷനേക്കാളും മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഇൻഷുറൻസ് മേഖലയിൽപ്പെട്ട കമ്പനികളാണ്. അതിൽ തന്നെ HDFC ലൈഫിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഓഹരി ഏകദേശം 1.15% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 615 രൂപ എന്നൊരു നിലയിൽ. HDFC ലൈഫിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDFC ലൈഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും 580 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമമുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 675 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം.
യെസ്. ഒപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയ നിഫ്റ്റി 50 ഉൾപ്പെട്ട ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. 2.09% ഇടിവിൽ 647.75 എന്നൊരു നിലയിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഒരു ലോങ് ടേം നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്തായിരിക്കണം? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 640 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്. അതിനോടൊപ്പം തന്നെ എയർടെലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എയർടെലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടാറ്റയുമായിട്ട് അവരുടെ ഒരു DTH ബിസിനസ് അമാൽഗമേറ്റ് ചെയ്യുന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് നിലവിലത്തെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കമ്പനി അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്നലെ ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1186.4 എന്ന നിലയിൽ. ഭാരതി എയർടെലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഭാരതി എയർടെലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിലും വളരെ മേജർ റെസിസ്റ്റൻസ് 1740 കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ ഇന്നലെ 52 വീക്ക് ലോയിലേക്ക് എത്തിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് NCC ലിമിറ്റഡ് ആയിരുന്നു. NCCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 177 രൂപ എന്നൊരു 52 വീക്ക് ലോയിലേക്ക് എത്തിയ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% ഒരു ഇടിവിൽ 178.2 എന്ന നിലയിലാണ്. NCC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NCCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 170 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർ, താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിലവിൽ വലിയ തോതിലൊരു കറക്ഷൻ, ഒരു പക്ഷേ ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു നമ്പേഴ്സ് വന്നിട്ട് പോലും കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചിട്ടില്ല. താങ്കൾക്ക് ഏകദേശം ഒരു 30 വർഷത്തിലധികമായിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു നിക്ഷേപകരെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇപ്പോൾ ഒരു അല്പം ആശങ്കയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിട്ടുള്ള താങ്കൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇന്ന് ഓപ്പർച്യൂണിറ്റി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഴാക്കാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് അതിന്റെ പീക്ക് ലെവലിൽ നിന്നും കണ്ടമാനം താഴോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോ നമ്മൾ നിഫ്റ്റി 50 ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും താമസിക്കാതെ തന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ദ ക്വസ്റ്റ്യൻ ഇസ് എപ്പോഴാണ് ഈ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നത്? അത് ഒരു സാധാരണക്കാരന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കത്തില്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിക്കവറി നടക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിന് ഊഹിക്കാൻ സാധിക്കും എത്തരം സ്റ്റോക്ക് ആയിരിക്കും നിഫ്റ്റി 50യെ നയിക്കാൻ പോകുന്നതെന്ന്. ഞാനിപ്പോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ സംസാരിച്ചത് PSU ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ നമുക്ക് ഹെവി സെല്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലീഡർ ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ജിയോ ഫൈനാൻഷ്യൽസ് ഉണ്ട്, അതുപോലെ തന്നെ LIC ഉണ്ട്, HDFC ലൈഫിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മളിപ്പോ മാനുഫാക്ചറിങ് മേഖലയിലോട്ട് പോവുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, മാരുതി, അതുപോലെ തന്നെ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹ്യുണ്ടായ് മോട്ടോഴ്സ് ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ മറ്റ് ചില ലാർജ് ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ ABB ഇന്ത്യ, സീമെൻസ് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അത്തരം സ്റ്റോക്സിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. നമ്മളിപ്പോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം SIP മോഡ് എന്ന്. സോ നമ്മൾ SIP മോഡിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലെറ്റ് us not miss that opportunity. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയന് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.